മക്കളെ പ്ലസ് വൺ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സുകൾ നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. നമ്മൾ കൊമേഴ്സുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ സബ്ജക്റ്റുകളാണ്, നമുക്ക് അത്രത്തോളം പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും 10th കഴിഞ്ഞു, ഒരു വെക്കേഷൻ മൂഡ് അല്ലെങ്കിൽ ഒരു റെസ്റ്റിംഗ് മൂഡിൽ നിന്നും പലരും മാറിയിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു അതേ മൈൻഡിൽ, ആ ഒരു വെക്കേഷൻ മൈൻഡിൽ തന്നെ പലരും മുന്നോട്ട് പോകുന്നു? എന്തുകൊണ്ട്? കൊമേഴ്സ് സ്ട്രീം മതി, അത് ചൂസ് ചെയ്തു, ഇനി അതിൽ എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നൊന്നും പലരും ഇപ്പോഴും ചിന്തിക്കുന്നില്ല. സ്കൂൾ ക്ലാസ്സസ് തുടങ്ങട്ടെ, അതിന് ശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമുക്ക് ചുറ്റുണ്ട്. അതെന്തുകൊണ്ടാണ്? സാറിന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ള ഒരു കമന്റിന് സാറ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അഭിനവ് എന്നകാരായിരുന്നു ആ സ്റ്റുഡന്റിന്റെ പേര്. അവൻ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, സാർ കൊമേഴ്സിന് ഒരു ട്യൂഷനൊക്കെ ആവശ്യമുണ്ടോ, പഠിച്ച് തുടങ്ങേണ്ടതുണ്ടോ ഇപ്പോഴേ എന്നൊക്കെയുള്ള രീതിയിൽ. സോ ആ ഒരു മൈൻഡ് ആയിരിക്കാം പലർക്കും. കാരണം ഇപ്പോഴും ആ ഒരു മെന്റാലിറ്റിയിൽ പോകുന്ന ആളുകളുണ്ട്. ഐ മീൻ, ഇപ്പോൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. സയൻസ് സ്ട്രീംസ് ചൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ അത്രത്തോളം മാർക്ക് ഇല്ലാത്തവരൊക്കെ ചൂസ് ചെയ്യേണ്ട ഒരു സ്ട്രീമാണ് കൊമേഴ്സ്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നവരാണോ നിങ്ങളെല്ലാവരും? എനിക്ക് തോന്നുന്നു അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നവരായിരിക്കാം ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്ലസ് വണ്ണിന് സീരിയസ് ആയിട്ട് കാണാത്തതും അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങണം എന്ന് ചിന്തിക്കാത്തതും. മനസ്സിലാക്കി വെച്ചോളുക, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സബ്ജക്റ്റ് അല്ല. ഇനി വരും ടൈമുകളിൽ സയൻസിനേക്കാൾ സയൻസിനോളം അല്ലെങ്കിൽ സയൻസിനേക്കാൾ നിങ്ങൾക്ക് കരിയർ ഓപ്ഷൻസും എല്ലാം അവൈലബിൾ ആകുന്ന അത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരിക്കലും മുൻപുള്ള അല്ലെങ്കിൽ മുൻപത്തെ ജനറേഷൻ പോലെ അല്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. സോ അത് മനസ്സിലാക്കാതെ ആ ഒരു അവസരങ്ങൾ യൂസ് ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല. എത്രത്തോളം ഇമ്പോർട്ടൻസ് പ്ലസ് വൺ പ്ലസ് ടു ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ്, നമ്മൾ കൊമേഴ്സ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലസ് വണ്ണിൽ നിന്നാണ്. ആ പ്ലസ് വണ്ണിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. കാരണം നമുക്ക് ഏത് കൊമേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തു, അതിന് ഏതൊരു കരിയർ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്തും, എത്രയൊക്കെ പഠിക്കുന്ന സമയത്തും ഏത് ലെവലിലേക്ക്, ഏത് റിസർച്ച് ആയാലും PhD എന്ത് ലെവലിലേക്ക് നിങ്ങൾ കൊമേഴ്സ് ബേസിൽ നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്തും അവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ബേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ തുടങ്ങുന്നത് പ്ലസ് വണ്ണിൽ നിന്നാണ്. ആ ബേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ അക്കൗണ്ടൻസി സബ്ജക്ട്സ് എന്നൊക്കെ പറയുന്നത് അത്രത്തോളം നമുക്ക് ബേസിസ് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. പഠിക്കുക എന്ന് വെച്ചാൽ ഒരു വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാതെ മനസ്സിൽ നിൽക്കുന്ന കാര്യമല്ല കൊമേഴ്സ് സബ്ജക്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത്. സോ അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോഴും പലരും സീരിയസ് ആയിട്ട് പ്ലസ് വണ്ണിനെ കാണുന്നില്ല. ഒരു വെക്കേഷൻ മൂഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ ബാച്ചിൽ പ്ലസ് വൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അക്കൗണ്ടൻസി നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ എക്സാം നമുക്ക് ജൂൺ ഫസ്റ്റ് വീക്ക് മക്കൾ ഉണ്ടാവും, അവരത് അറ്റൻഡ് ചെയ്യുന്നു. യെസ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, തിയറിയാണ്, പക്ഷെ നമ്മൾ പറഞ്ഞു തീർത്തു. പഠിക്കാനുണ്ട് അതിലും. അതേപോലെ തന്നെ എക്കണോമിക്സ് നമുക്കറിയാം, ഇന്ത്യൻ എക്കണോമി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റി ഉണ്ട്. രണ്ടിലും നമ്മളിതാ ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമിന്റെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു, അതിന്റെ എക്സാം നമുക്ക് ജൂൺ ഫസ്റ്റ് വീക്ക് ഉണ്ടാവും. ദെൻ നമുക്ക് സ്റ്റാറ്റിയിലെ ഒരു പാർട്ടും കൂടി ഉള്ളൂ, അത് ഈ അടുത്ത ദിവസം നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ജൂൺ ഫസ്റ്റ് വീക്കിൽ അതിന്റെ എക്സാമുകളുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസും ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നമുക്കുണ്ട്, അതും കംപ്ലീറ്റഡ് ആയി. ലാസ്റ്റ് ടോട്ടൽ മൂന്നാമത്തെ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. റെഡി? അപ്പോൾ അതിന്റെ എക്സാമും നമ്മൾ കുട്ടികൾ ചെയ്യും. റെഡി? അപ്പൊ ഇത്രത്തോളം പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഇത്രത്തോളം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷെ പോവാത്തവർ ഇപ്പോഴും ഉണ്ട്, പോയവരുമുണ്ട്. ഈ പോവാത്തവരോടാണ് ചോദ്യം, നിങ്ങൾ ആരെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു? എന്തിനു നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു?
എന്തുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് +1 കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല? ഓക്കെ, യെസ്, അത് മനസ്സിലാക്കുക. നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ. +1 എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. +2 സമയത്ത് അത് അഡ്വാൻസ് ആണ്. ഒരിക്കലും നിങ്ങൾക്ക് ഈ +1 നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഈ +1 നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റെവിടുന്നും നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. കാരണം പിന്നീട് എല്ലാ സമയത്തും +2 എത്തിക്കഴിഞ്ഞാലും ഡിഗ്രി പോയാലും PG പോയാലും സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് ലെവലിൽ പോയി കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യും. ഏത് +1 നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മൾ അവിടെയൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാനുണ്ട്. അപ്പൊ അത് കൃത്യമായി നിങ്ങൾ +1 പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റെവിടുന്നും നമുക്ക് ആ ബേസ് കിട്ടൂല. ഒരിക്കലും നിങ്ങൾക്ക് +1 പഠിക്കുന്ന കാര്യം മറ്റെവിടുന്നും കിട്ടൂല. എവിടുന്നും നമ്മൾ പഠിക്കുകയില്ല. +2 പഠിക്കുന്ന അഡ്വാൻസ് കാര്യങ്ങൾ ഓക്കെ, മറ്റെവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായിട്ടെങ്കിലും മറ്റെവിടെയെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും, വരും. ഡിഗ്രി ഉള്ള കാര്യമായാലും PG ഉള്ള കാര്യങ്ങളായാലും ഒക്കെ. പക്ഷെ ഒരിക്കലും +1 നമ്മൾ പഠിക്കുന്ന ആ ഒരു ബേസ്, ആ ഒരു ഫൗണ്ടേഷൻ കാര്യങ്ങൾ ഒരിക്കലും മറ്റെവിടുന്നും നമുക്ക് കിട്ടൂല. അത് പഠിച്ചു എന്നുള്ള ലെവലിൽ മാത്രമേ പിന്നെ ഏതൊരു ക്ലാസ്സും മക്കളെ ട്രീറ്റ് ചെയ്യുള്ളൂ. സോ അത് മക്കൾ മര്യാദയ്ക്ക് പഠിക്കാതെ എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നുണ്ടോ? തോന്നണ്ട, അങ്ങനെ തോന്നൂല, അങ്ങനെ വരൂല. അതാണ്. സോ അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, +1 കാണേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ ബാച്ചിൽ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും തരുന്നത്. എക്സാംസ് ഒക്കെ അത് അറ്റൻഡ് ചെയ്യിച്ചുകൊണ്ട് കൃത്യമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റെഡി? സോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വൈകാൻ പാടില്ല, നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ഇതാ ഓരോ ഫീച്ചേഴ്സും ഇതോരോന്നും അങ്ങനെ മക്കൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇതങ്ങനെ യൂസ് ചെയ്ത് മുന്നോട്ട് പോയി നോക്കൂ, നല്ലൊരു റിസൾട്ടും കാര്യങ്ങളും മക്കൾക്ക് ഉണ്ടാവുന്നത് കാണാം. ഓക്കെ, ലൈവായിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടും വർക്ക്ഷീറ്റ് ആയിട്ടും ചാപ്റ്റർ വൈസ് എക്സാമുകളായിട്ടും PYQs ആയിട്ടും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. യൂസ് ചെയ്ത് മുന്നോട്ട് പോയി നോക്കൂ. അറിയാം കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെയായിരുന്നു അവസ്ഥ എന്നുള്ളത്. എക്സാം അത്രത്തോളം ടഫായിരുന്നു. കുറച്ച് ദിവസം ജൂൺ 3 മക്കൾക്ക് മക്കളെ സീനിയേഴ്സ് എഴുതിയിട്ടുള്ള +1 റിസൾട്ട് വരും. നിങ്ങൾക്ക് നോക്കാം, അവിടെ കാണാം വിജയ ശതമാനം എങ്ങനെ ഉണ്ടാവും, കുറയും, അതായിരിക്കും സാധ്യത. +2 കുറഞ്ഞതാണ്, +1 അങ്ങനെ തന്നെയായിരിക്കും. കാരണം ടഫായിരുന്നു എക്സാം. പലരും സിമ്പിൾ ആയിട്ട് കണ്ടു, അങ്ങനെ ട്രീറ്റ് ചെയ്തു. സോ അതുകൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്, +2 റിസൾട്ട് കുറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സംഭവിക്കും +1. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ള വരും വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന എക്സാമും കാര്യങ്ങളൊക്കെ അത്രത്തോളം സ്റ്റാൻഡേർഡ് ആയിരിക്കും. എത്ര ടഫാക്കി കഴിഞ്ഞാലും ചെറുതായിട്ടൊന്ന് വാല്യുവേഷനോ ലിബറലോ ഒന്നും ആവാനും പോകുന്നില്ല. നമ്മൾ പഠിച്ചതിനെ മാർക്ക് തരൂ എന്നാണ് കഴിഞ്ഞ റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും. സോ പഠിച്ചിട്ടില്ലെങ്കിൽ മക്കളെ നന്നായിട്ട് ബുദ്ധിമുട്ടും. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഓക്കെ, റെഡി? അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മക്കൾ ഇപ്പോൾ ഒക്കെ ജോയിൻ ചെയ്യുക. ഈ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ മക്കൾക്ക് വീണ്ടും കിട്ടും. അതൊന്നും പേടിക്കണ്ട, അതൊക്കെ കിട്ടും. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഇനിയും ലേറ്റ് ആവാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മക്കൾക്ക് എല്ലാ ഫീച്ചേഴ്സും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അധികം വൈകരുത്. ഓക്കെ, ആ കാര്യം പറയാനാണ്. നമുക്ക് കാണാം വീഡിയോസിലും ക്ലാസ്സുകളിലൊക്കെ ആയിട്ട്. അതുവരെ ബൈ.